ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഷെരീഫ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കാണാൻ പോണത് കാലി സ്ഥലാട്ടോ. 5 ഏക്കർ 90 സെൻറ്റ് സ്ഥലമാണ്. സംഭവം കാലിപ്പറമ്പാണ്. റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലമാണ്. കൃഷിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നല്ല JCB ഒക്കെ ഇളക്കി ബോർവെല്ലൊക്കെ അടിച്ച് വെള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കൃഷി ചെയ്യണമെങ്കിൽ. കൃഷിക്കും പറ്റും. ചിലപ്പോൾ നിലവിൽ കശുമാങ്ങ കൃഷി, തേക്ക് മരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് സ്ഥലം എവിടെ വെച്ചാൽ നമ്മളെ പാലക്കാട് ജില്ല അട്ടപ്പാടി നരസിമുക്ക് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വന്നിട്ട് നമുക്ക് ടൂറിസ്റ്റ് മേഖലയാണ്. ഈ അയ്യപ്പനും ഘോഷൊക്കെ ഷൂട്ട് ചെയ്ത ആ ഭാഗങ്ങളാണ്. ഇതിന് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാലൊരു 400-500 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ടാവും. നീളത്തിൽ കിടക്കുകയാണ് റോഡ് ഫ്രണ്ടേജിന് ഒരു 500 മീറ്റർ നീളത്തിലുണ്ടാവും. 5 ഏക്കർ 90 സെൻറ്റ്. പട്ടയം, അടിയാധാരം എല്ലാ ഇതുള്ള സ്ഥലമാണ്. രേഖകളൊക്കെ ക്ലിയറാണ്. വഴി സൗകര്യം, വെള്ളത്തിന് നമ്മൾ ബോർവെല്ല് അടിക്കണം. പിന്നെ പൈപ്പ് വെള്ളം ഉണ്ട്. ഇതിൻ്റെ കുടിവെള്ള പദ്ധതി. കാറ്റാടിപ്പാടങ്ങളാണ് അതിൻ്റെ 4 ഭാഗമൊക്കെ. കറണ്ട് സൗകര്യം, വഴി സൗകര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ സ്ഥലം. അവിടുന്ന് കണ്ടോ അതോ അങ്ങ് നീളം വരെ ഏകദേശം ആ കാറ്റാടി കറങ്ങണീൻ്റെ ഏകദേശം അടുത്ത് വരെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട്. ഒരു 500 മീറ്റർ എന്തായാലും ഫ്രണ്ടേജ് ഉണ്ടാവും. ഉള്ളിൽ കയറി കാണാനും നോക്കിയാൽ കാണാം. അതൊക്കെ അതിന് അതിര്. ആ ബാക്കിൽ ആ റിസോർട്ട് പണി നടക്കണേ അതൊക്കെയാണ് ഇതിൻ്റെ അതിരുകൾ. അവിടുന്ന് അങ്ങനെ ഉണ്ട് അതിര് വന്നിട്ട് നീളത്ത് കിടക്കുകയാണ്. നല്ല ഫ്രണ്ടേജ് വീതിയിൽ. നല്ല അടിപൊളി സ്ഥലമാണ്. ഈ നല്ല പൈസ ഇറക്കി നമ്മൾ റിസോർട്ടൊക്കെ പണിയണമെങ്കിലേ, റിസോർട്ട്, ഹോം സ്റ്റേ, ഫാം സ്റ്റേ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ്. അട്ടപ്പാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തമിഴന്മാർ കയറി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയ കാരണം നല്ല വില ആയിരിക്കണം ഇപ്പോൾ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ആ കാറ് നിൽക്കുന്നതിൻ്റെ ബാക്കിൽ നിന്നപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വാങ്ങി വെട്ടി തെളിച്ച് നല്ല വിലക്ക് പ്ലോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതലും ഇപ്പോൾ റിസോർട്ട് പണികളാണ്. അട്ടപ്പാടി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുക. ടൂറിസ്റ്റ് കണ്ടമാനം തമിഴ്നാട്ടിൽ നിന്നൊക്കെ കണ്ടമാനം ആളുകൾ കയറുന്നുണ്ട്. അങ്ങനെ നടന്ന് കാണിച്ചു തരാം ഫുള്ള്. അതൊക്കെ ഇതിൽ പെട്ട സ്ഥലം കേട്ടോ. താഴത്തേക്ക് കശുമാങ്ങ നിൽക്കണമൊക്കെ. കശുമാങ്ങ, തേക്കും തൈകൾ, തേക്ക് മുറിക്കാനത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിക്കൂടി. തേക്ക് അടിയിൽ കൂടെയൊക്കെ ഓരോന്നാണ്. പിന്നെ തൈത്തേക്കുകളാണ്. കശുമാങ്ങാമരമുണ്ട്. അത് അങ്ങോളം ഫ്രണ്ടേജ് ഉണ്ട്. കാറ്റടിയൊക്കെ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകളൊക്കെ ക്യാഷ് മുടക്കാനുള്ളവർ വാങ്ങിയിടുകയാണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ വാങ്ങിയിട്ടൊരു കൊല്ലം കഴിഞ്ഞിട്ട് മറിച്ച് വിറ്റാലും നല്ല ലാഭത്തിൽ വിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇനി വാങ്ങിയിട്ട് കാടും ആ മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി പ്ലോട്ടാക്കി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഹൗസ് പ്ലോട്ടായിട്ടും പോവും. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ അവിടെ കാണിച്ചു തരാം. ലാസ്റ്റിൽ ആളുകൾ സ്ഥലം വാങ്ങിയിട്ട് കാട് ഒക്കെ വെട്ടി നിരത്തി ഫുള്ള് ഈ പ്ലോട്ടാക്കിയിട്ട് കാണിച്ചു തരാം. അതിനും പറ്റും. അതുപോലെ റിസോർട്ടിന് അനുയോജ്യം കേട്ടോ. നല്ലൊരു ബോർവെല്ലും അടിച്ചിട്ടേ റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലമാണ്. നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ 5 ഏക്കർ 90 സെൻറ്റിന് ഒരു സെൻറ്റിന് ചോദിക്കണ വില സെൻറ്റിന് 40,000 രൂപയാണ്. അതായത് ഏക്കറൊക്കെ 40 ലക്ഷം രൂപ. താല്പര്യമുള്ളവർ ഞാൻ അടിയിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ചോളുണ്ട്. ഓക്കെ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇതൊക്കെ കണ്ടോ. ഇതേപോലെയുള്ള സ്ഥലങ്ങൾ വാങ്ങിയിട്ട് മൊത്തം കാടുമൊക്കെ വെട്ടി ഫുള്ള് കാട് വെട്ടി കമ്പിവേലി കെട്ടി ഹൗസ് പ്ലോട്ടാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളി, കോൺടാക്റ്റ് നമ്പർ അടി കൊടുക്കുക. ഓക്കെ. ഈ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ. അല്ല, ഫ്രണ്ടേജുള്ള സ്ഥലമാണ്.